Good afternoon, dear students. So in the last class we were discussing the activities from the lesson Horagellu, and today we are going to discuss the activities from the story Matchbox written by Asha Purna Devi. The first question that we are going to discuss is review writing. Prepare a review of the story Matchbox എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതാണ് ആദ്യം ചെയ്യുന്നത്. പിന്നെ ബ്ലർബ് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ടിവിറ്റി ഉണ്ട്. ബ്ലർബ് റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാ ടെക്സ്റ്റും എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ, അതായത് ടെക്സ്റ്റിൻ്റെ ബാക്ക് സൈഡിലായിട്ട് എന്ത് കാണാം, ഈ ടെക്സ്റ്റിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അതായത് ഓഥറിനെ കുറിച്ചും അതുപോലെ തന്നെ ടെക്സ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്, എന്താണ് കണ്ടന്റ് എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ടെക്സ്റ്റിൻ്റെ ബാക്ക് സൈഡിൽ, കവർ പേജിൻ്റെ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും. ഇതാണ് ഈ ബ്ലർബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത് കുറച്ച് ടിപ്സ് തന്നിട്ടുണ്ട്. ആശാപൂർണ ദേവിയുടെ തന്നെ മറ്റൊരു റൈറ്റിങ്ങിനെ കുറിച്ചാണ് ഈ ബ്ലർബ് ഇവിടെ എക്സാമ്പിളായിട്ട് തന്നിരിക്കുന്നത്. ഹിൻസ് തന്നിട്ടുണ്ട്. ആ ഹിൻസിനെ നമുക്ക് ഒരു പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതാം. അതാണ് ബ്ലർബ് റൈറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഒരു ആക്ടിവിറ്റി ഉള്ളത്. പിന്നെ ഉള്ളത് കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ടിവിറ്റിയാണ്. കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ഒരു പാസേജ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് തരും, അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമുക്ക് അതിനെ മനസ്സിലാക്കി ക്വസ്റ്റ്യനെ മനസ്സിലാക്കി ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന നമ്മുടെ എബിലിറ്റീനെയാണ് ഈ കോംപ്രഹെൻഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ആർ വി ഏബിൾ ടു ഐഡൻറ്റിഫൈ വാട്ട് ദ ക്വസ്റ്റ്യൻ മീൻസ്, ഇത് അറിയുന്നതിനെയാണ് നമ്മൾ കോംപ്രഹെൻഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 3 ആക്ടിവിറ്റീസാണ് നമുക്ക് ഈ മാച്ച് ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ റിവ്യൂ ആണ്. റിവ്യൂ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോറിനെ കുറിച്ച് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ് മാച്ച് ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആശാപൂർണ ദേവിയുടെ ആ ഒരു ലെസൺ. അതിനെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. നോമിത എന്ന് പറയുന്ന ക്യാരക്ടർ, അതുപോലെ അജിത്ത് എന്ന് പറയുന്ന ക്യാരക്ടർ, പിന്നെ ഇവർ തമ്മിൽ നടന്ന ഒരു കോറൽ എന്തിനെ കുറിച്ചായിരുന്നു, ഈ നോമിതയ്ക്ക് വന്നൊരു കത്ത് അവളുടെ അനുവാദമില്ലാതെ അജിത്ത് എടുത്ത് വായിക്കുകയും ആ കത്ത് വന്ന വിവരം നോമിതേനെ അറിയിക്കാതിരിക്കുകയും അതിനെ തുടർന്ന് നോമിത അജിത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യും. അങ്ങനെ ഒരു ഇതാണ്, ആ ഒരു കോറലിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റോറി വന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് സമൂഹത്തിൽ എങ്ങനെയാണ് നല്ല ഇമ്പോർട്ടൻസ് കിട്ടേണ്ട ആൾക്കാരാണ് എങ്കിൽ ഈ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പോലും അവർക്ക് ഒരു ഇമ്പോർട്ടൻസ് അവരുടെ ഫാമിലിയിൽ തന്നെ കിട്ടുന്നില്ല, ഒരു പൊസിഷൻ അവരുടെ ഫാമിലിയിൽ തന്നെ അവരെ വാല്യൂ ചെയ്യുന്നില്ല എന്നതിനെ കുറിച്ചാണ് ഈ ഒരു സ്റ്റോറിയിൽ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ആദ്യം നമുക്കതൊന്ന് നോക്കാം. റിവ്യൂ. The story Matchbox by Asha Purna Devi depicts the unhealthy man-woman relationship prevalent in most Indian families. അപ്പോൾ ഈ മാൻ ആൻഡ് വുമൻ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഈ ഒരു സ്റ്റോറിയിൽ വരുന്നത്. അതെങ്ങനെയുള്ള റിലേഷനാണ്? അൺഹെൽത്തി റിലേഷൻ, അതായത് ഒട്ടും സുഖകരമല്ലാത്ത ഒരു റിലേഷൻഷിപ്പാണ് അവരുടേത്. ഷീ കമ്പയർസ് വുമൻ ടു മാച്ച് ബോക്സസ്. വുമനെ മാച്ച് ബോക്സുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. മാച്ച് ബോക്സസ് ഹാവ് വിതിൻ them the potential to light up everything into fire, but in appearance they are meek and harmless and are carelessly kept without fear. So ഇവിടെ പറയുന്നതാണ് മാച്ച് ബോക്സിന് കമ്പയർ ചെയ്യാനുള്ള റീസണാണ് പറയുന്നത്. മാച്ച് ബോക്സിന് എന്തിനുള്ള കഴിവുണ്ട്? എല്ലാത്തിനും ചുട്ടിരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ പോലും അത് നമ്മൾ വളരെ കെയർലെസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. പലപ്പോഴും നമ്മൾ വളരെ കെയർലെസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു സംഗതിയാണ് മാച്ച് ബോക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അത് ആർക്കും വലിയ ഹാമൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല, പക്ഷെ ഒരു സമയം അത് വെറുതെ ഒരു സ്പാർക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എല്ലാം കത്തിയെരിയും. ഇതാണ് ഉദ്ദേശിക്കുന്നത്. വുമൻ ക്യാൻ ഓൾസോ സെറ്റ് ഹ്യൂജ് ഫയർസ് ബട്ട് ദേ ഡോണ്ട് പ്രിറ്റൻഡ് സോ. അപ്പോൾ സ്ത്രീകൾക്കും ഇങ്ങനെ തന്നെയാണ്. കമ്പയർ ചെയ്യാനുള്ള റീസണാണ് പറയുക. അവർക്ക് വലിയ വലിയ പൊട്ടൻഷ്യൽ കഴിവുകളുണ്ട്. അവർ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തിനേയും ഇല്ലാതാക്കാനും നന്നാക്കാനും സാധിക്കും. പക്ഷേ എങ്കിൽ പോലും അവർ ചുറ്റുമുള്ള സമൂഹത്തെയും അതുപോലെ തന്നെ അവർ ജീവിക്കുന്ന ഫാമിലിയും ഡിപ്പെൻഡ് ചെയ്ത് അവർക്ക് നന്മ വരണം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവരുടേതായുള്ള രീതികളിൽ ഒതുങ്ങിക്കൂടി ജീവിക്കുകയാണ് ചെയ്യുന്നത്. A healthy relationship is absent in Nomita's life. Her husband Ajit does not value her privacy or pay attention to Nomita's protest against opening her letter. So, നോമിതയുടെ ലൈഫിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഒന്നും അവരുടെ ലൈഫിലില്ല. അജിത്തും നോമിതയും മിക്കതും കോറൽ തന്നെയാണ്, മിക്കതും തല്ലുകൂട്ടം തന്നെയാണ്. നോമിതേൻ്റെ ഒട്ടും തന്നെ ഒരു വില കൊടുക്കാതെയാണ് അജിത്ത് ട്രീറ്റ് ചെയ്യുന്നത്. പലപ്പോഴും അവൾക്ക് ഒരു പ്രൈവസി പോലും കിട്ടാറില്ല. ആ പ്രൈവസി ഇല്ലാത്തതിൻ്റെ ഇതാണ് പറയുന്നത്. ലെറ്റേഴ്സൊക്കെ അവൾക്ക് വരുന്ന കത്തുകളെല്ലാം അജിത്ത് തുറന്ന് വായിക്കുന്നത്. ഷീ ഈസ് ട്രീറ്റഡ് ബാഡ്ലി ബിക്കോസ് ഷീ കംസ് ഫ്രം എ പുവർ ഫാമിലി. അപ്പോൾ നോമിതേനെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഷീ ഈസ് കമ്മിങ് ഫ്രം എ പുവർ ഫാമിലി. The story exhibits women of different lifestyles, characters and viewpoints. Nomita is a woman with self-respect. So ഈ ഒരു കഥയിൽ നമുക്ക് എങ്ങനെയാണ് പല രീതിയിലുള്ള നോമിത എന്ന് പറയുന്ന ആ ഒരു ലേഡിയുടെ സ്റ്റോറി നമ്മൾ കണ്ടു. അതുപോലെ തന്നെ
നോമിതയെ മാത്രമല്ല അവിടെ സ്ത്രീ കഥാപാത്രമായിട്ടുള്ളത്, അവർക്കുള്ള ചേടത്തിമാരൊക്കെ സ്ത്രീ കഥാപാത്രങ്ങൾ തന്നെയാണ്. അപ്പോൾ പല ക്യാരക്ടേഴ്സിൻ്റെ വ്യൂ പോയിന്റ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പല ലേഡി ക്യാരക്ടേഴ്സും വുമൻ ക്യാരക്ടേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ അജിത്തിൻ്റെ ക്യാരക്ടർ, ഇങ്ങനെ പല ക്യാരക്ടേഴ്സും ഈ സ്റ്റോറിയിൽ നമ്മൾ പരിചയപ്പെട്ടു. നോമിത ഇസ് എ വുമൻ വിത്ത് സെൽഫ് റെസ്പെക്ട്. വളരെയധികം സ്വാഭിമാനമുള്ള ഒരു സ്ത്രീയാണ്. ഷി ഗെറ്റ്സ് ആംഗ്രി അറ്റ് ഹർ ഹസ്ബൻഡ്സ് ഓപ്പണിംഗ് ആൻഡ് റീഡിങ് ഹർ ലെറ്റർ. അപ്പോൾ അവൾക്ക് വന്നൊരു കത്ത് തൻ്റെ ഭർത്താവ് തുറന്ന് വായിച്ചപ്പോൾ അവൾക്കത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ചോദിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് അവളെ അറിയിക്കുക പോലും ചെയ്യാതെ അയാൾ അത് വായിക്കുകയും അങ്ങനെ ഒരു കത്ത് വന്നുവെന്ന് അവളോട് പറഞ്ഞു പോലും ഇല്ല. അത് ചുരുട്ടിക്കൂട്ടി പോക്കറ്റിലിടാണ് ചെയ്തത്. She even frightens him by setting fire in the achal of her own sari. So എന്താ ചെയ്തത്? ഭർത്താവിനെ പേടിപ്പിക്കാനായിട്ട് സ്വന്തം സാരിയുടെ ആച്ചൽ എന്ന് പറഞ്ഞ സാരിയുടെ തലപ്പ് പോലും കത്തിക്കാനായിട്ട് അവൾ റെഡിയായി. നോമിതാസ് മദർ ഓൺ ദ കോൺട്രറി ഈസ് ഇൻ എ മിസറബിൾ സിറ്റുവേഷൻ വിച്ച് ഫോഴ്സസ് ഹർ ടു സറണ്ടർ ഓൾ ഹർ സെൽഫ് റെസ്പെക്ട് ആൻഡ് ഡിഗ്നിറ്റി ആൻഡ് ബെഗ്സ് മണി ഫ്രം ഹർ ഡോട്ടർ ആൻഡ് സൺ ഇൻ ലോ. സോ ഇവിടെ അമ്മയെക്കുറിച്ച് പറയുന്നുണ്ട്. നോമിതയുടെ പുവർ ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സിറ്റുവേഷൻ വളരെ മിസറബിൾ ആണ്, വളരെ എന്താ പറയുക, ദുരിതം പിടിച്ചൊരു ജീവിതമാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, മകളെയും അതുപോലെ മരുമകനെയും പൈസ ആവശ്യപ്പെട്ട് ഇവർ കത്തെഴുതാറുണ്ട്. The sister-in-law mentioned in the story is yet another different character. So ഇവിടെ വേറെ പല കഥാപാത്രങ്ങളും ഉണ്ട്. സിസ്റ്റർ-ഇൻ-ലോ എന്ന് പറയുന്നത് ചേടത്തിയമ്മമാരെയാണ്. അവരെല്ലാവരും ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ആണ്. അങ്ങനെ ചില ക്യാരക്ടേഴ്സും നമ്മളിവിടെ മെൻഷൻ ചെയ്തു. She believes that there is a good relationship between Nomita and Ajit and feels jealous of her. സോ ഇവിടെ എന്താ കണ്ടത്, നോമിതയും അജിത്തും എപ്പോൾ നോക്കിയാലും റൂമിൽ അടച്ചിട്ട് സംസാരമാണെന്ന് പറഞ്ഞ് ചേടത്തിയമ്മ കളിയാക്കിയപ്പോൾ ചേടത്തിയമ്മയുടെ ക്യാരക്ടറാണ് അവിടെ കാണിക്കുന്നത്. അതായത് അവർക്ക് ജലസ് ആണ് ഫീൽ ചെയ്യുന്നത് നോമിതയോടും അജിത്തിനോടും. അവരുടെ എല്ലാം ധാരണയിൽ ഇവർ രണ്ടുപേരും ഭയങ്കര സ്നേഹമാണ്, അവരുടെ റിലേഷൻഷിപ്പ് വളരെ നല്ലതാണെന്നൊക്കെയാണ് അവർ ചിന്തിച്ചു വച്ചിരിക്കുന്നത്. The other women members in the family also pinch Nomita with sharp words. ഇനി വീട്ടിലുള്ള മറ്റ് സ്ത്രീ കഥാപാത്രങ്ങളും നോമിതയോട് വളരെ ഷാർപ്പ് വേർഡ്സ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തുവാക്കുകളൊക്കെ പറയും. കാരണം ഇവള് ഒരു പുവർ ഫാമിലിയിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ ഇവളുടെ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൈസ ആവശ്യപ്പെടുന്നതൊക്കെ ഇവർക്ക് അറിയാവുന്നത് കൊണ്ടൊക്കെ ഇവരെല്ലാവരും അവളെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. അപ്പം ഇങ്ങനെ ഒരു വളരെ ദുരിതം പിടിച്ച ഒരു മിസറബിൾ ആയിട്ടുള്ള ലൈഫാണ് നോമിത ലീഡ് ചെയ്യുന്നത്. The meek and submissive nature of woman is presented beautifully in the end when she moves to her daily routine work as if nothing has happened there. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് ലാസ്റ്റ് കാണുന്നത്, സ്ത്രീകളുടെ ഒരു മനോഭാവമാണ് ലാസ്റ്റ് കാണാൻ. ആദ്യമൊക്കെ നോമിതയ്ക്ക് വളരെ ഫ്യൂറിയസ് ആയി വളരെ ദേഷ്യപ്പെട്ടു, ഭർത്താവിനെ പേടിപ്പിക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷെ എങ്കിൽ കൂടി പിന്നീട് ഒരൊറ്റ നിമിഷം കൊണ്ടാണ് അവളുടെ ആ ദേഷ്യമൊക്കെ മാറി അവൾ ഡെയിലി റുട്ടീനിലേക്ക് തിരിച്ചു. ഇതാണ് എല്ലാ സ്ത്രീകളുടെയും ഒരു മനോഭാവം. അവർക്ക് എത്രമാത്രം ഫ്രസ്ട്രേഷൻസും ദേഷ്യവും എല്ലാം ഉണ്ടെങ്കിലും അവരൊക്കെ ടോളറേറ്റ് ചെയ്യും, എല്ലാം സഹിക്കും, കുടുംബത്തിന് വേണ്ടി ജീവിക്കും, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന പോലെ ഓരോ കാര്യങ്ങൾ വീട്ടിലെ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും നോർമലായിട്ടുള്ള ലൈഫിൽ. കാരണം അവരൊരു കാര്യത്തിൽ താളം തെറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫുൾ വീടിൻ്റെ കാര്യത്തിലും ആ ഒരു താളം തെറ്റലുണ്ടാവും. അതുകൊണ്ട് തന്നെ അവർ അതൊന്നും ചെയ്യാൻ റെഡിയല്ല. എല്ലാം സഹിച്ചുകൊണ്ട് വീട് നന്നായി പോകണം, ഫാമിലിയിലുള്ള മെമ്പേഴ്സൊക്കെ നല്ല രീതിയിൽ പോകണം എന്നാണ് അവരുടെ ഇപ്പോഴും ആഗ്രഹം. The writer has succeeded in portraying the greatness of womanhood. അപ്പോൾ ഈ ഒരു രീതിയിൽ റൈറ്റർ എന്താ ചെയ്തിരിക്കുന്നത്, സ്ത്രീകളുടെ വുമൻഹുഡിനെ കുറിച്ചാണ് കൂടുതൽ പരാമർശിച്ചിരിക്കുന്നത്. വളരെ സക്സസ്ഫുൾ ആയിട്ട് അത് ചെയ്തിട്ടുമുണ്ട്. The Bengali joint family lifestyle is very clearly pictured through sharp and crisp expressions like forest of people, early burly morning etc. സോ ഇവിടെ ബംഗാളി ജോയിൻറ്റ് ലൈഫിനെ കുറിച്ചാണ് ഈ ഒരു സ്റ്റോറിയിലൂടെ കാണിച്ചത്. അപ്പോൾ അവരുടെ ഒരു ഫീച്ചർ അല്ലെങ്കിൽ അവരുടെ ഒരു നേച്ചറാണ് ഇവിടെ പലപ്പോഴും നമ്മൾ കണ്ടു. എന്താ, ഫോറസ്റ്റ് ഓഫ് പീപ്പിൾ, അതായത് ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് താമസിക്കുന്നു. അതുപോലെ ഹേർലി ബേർലി മോർണിംഗ്, ഈ യൂസേജസ് ഒക്കെ എന്താ കാണിക്കുക, തിക്കും തിരക്കും പിടിച്ചാണ് രാവിലെ എല്ലാവരും ഈ മെയിൽ മെമ്പേഴ്സിനൊക്കെ ജോലിക്ക് പോകണം. അപ്പോൾ ഫീമെയിൽ മെമ്പേഴ്സൊക്കെ അടുക്കളയിൽ ജോലി, മക്കളെ നോക്കുക, ഭക്ഷണം വയ്ക്കുക. അപ്പോൾ ഭയങ്കര തിക്കും തിരക്കും അങ്ങനത്തെ ഇതുകളൊക്കെ കാണിക്കുകയാണ്. അപ്പോൾ ആ ജോയിൻറ്റ് ഫാമിലിയുടെ ആ ഒരു ഇതാണ് കാണിക്കുന്നത്. അതായത് ജോയിൻറ്റ് ഫാമിലീസിൻ്റെ പ്രത്യേകത ഫീച്ചേഴ്സാണ് പറയുന്നതെല്ലാം. The rich family setting is implied too. അപ്പോൾ അതുപോലെ തന്നെ വേറെ എന്തും കൂടിയാണ് കാണിക്കുന്നത്, വളരെ റിച്ച് ആയിട്ടുള്ളൊരു ഫാമിലിയാണ് അവരുടെ എന്നുള്ളതും കൂടി നമുക്ക് ഇതിലൂടെ മനസ്സിലാവാണ്. It identifies women like Nomita similar to matchboxes who do not cause fire despite being powerful enough. So
ഇവിടെ മാച്ച് ബോക്സുമായിട്ട് കമ്പയർ ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. നോമിത്തെ പോലെയുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ സ്ത്രീ കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആണ്, എന്തും ചെയ്യാനുള്ള ധൈര്യമൊക്കെ ഉണ്ട്. പക്ഷെ പലപ്പോഴും അവർ ആ ധൈര്യം അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള അമർഷമൊന്നും മറ്റുള്ളവരെ കാണിക്കാതെ വളരെ വിനയത്തോടു കൂടി ജീവിക്കാനായിട്ട്, ഫാമിലിയെ ഓർത്ത് വളരെ വിനയത്തോടു കൂടി ജീവിക്കാനാണ് ശ്രമിക്കുന്നത്. ആശാപൂർണ ദേവി വോയിസസ് എ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ ഹ്യൂമിലിയേഷൻ ദാറ്റ് വുമൻ സഫർ ഇൻ ഇന്ത്യൻ ഫാമിലീസ്. സോ ഇതിലൂടെ എന്താ കാണിക്കുന്നത്, ആശാപൂർണ ദേവി ഇതുപോലെയുള്ള ഒരുപാട് സ്ത്രീകൾ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിലുണ്ട്, ഇന്ത്യൻ ഫാമിലീസിലുണ്ട്. ഒരുപാട് കഴിവുകളും പൊട്ടൻഷ്യലും എല്ലാം ഉള്ളവരാണെങ്കിൽ പോലും കുടുംബത്തിന് വേണ്ടി അതെല്ലാം ത്യജിച്ചുകൊണ്ട് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട്, അതുപോലെ തന്നെ ഹ്യൂമിലിയേഷൻ അനുഭവിക്കുന്ന, മറ്റുള്ളവർ ഇൻസൾട്ട് ചെയ്താലും നാണം കെടുത്തിയാലും എന്ത് ചെയ്താലും അതൊക്കെ സഹിച്ചുകൊണ്ട് കുടുംബത്തിനെ വിചാരിച്ച് ജീവിക്കുന്ന ഒരുപാട് ഇന്ത്യൻ ഫാമിലീസിൽ ഒരുപാട് സ്ത്രീകളുണ്ടെന്നാണ് പറയുന്നത്. The story throws light on the concept that women have to be treated with care and they should be allowed to enjoy self-respect and dignity. അപ്പോൾ ഈ ഒരു സ്റ്റോറിയുടെ മോട്ടീവ് എന്താണ്, ഇത് എന്താണ് ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്? പല സ്ത്രീകളും ഇങ്ങനെയാണ്, ഇതുപോലെ ഇൻസൾട്ടും ഹ്യൂമിലിയേഷനും ഒക്കെ അനുഭവിച്ചിട്ടാണ് ഫാമിലീസിൽ ജീവിക്കുന്നത്. എങ്കിൽ പോലും അവർ ഫാമിലിക്ക് വേണ്ടി അവരുടെ എല്ലാ ഹാപ്പിനെസ്സും എല്ലാം സാക്രിഫൈസ് ചെയ്താണ് ജീവിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ളവർ എന്തിനു കൂടി അർഹരാണ്? ഇങ്ങനെയുള്ള സ്ത്രീകൾ സെൽഫ് റെസ്പെക്റ്റും അതുപോലെ ഡിഗ്നിറ്റിയും ഇതൊക്കെല്ലാം ഇവരെയൊക്കെ എല്ലാവരും ബഹുമാനിക്കുകയും അതുപോലെ തന്നെ ഇവർക്ക് വേണ്ട ആ ഒരു സ്ഥാനമാനങ്ങൾ കൊടുക്കുകയും ചെയ്യണം, അവരെ ആദരിക്കണമെന്നാണ് ഈ ഒരു കഥയിലൂടെ ആശാപൂർണ ദേവി പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ സ്ത്രീകൾ വീട്ടിലെ ജോലികൾ ചെയ്യാൻ മാത്രം വിധിക്കപ്പെട്ടവരല്ല, അല്ലെങ്കിൽ അവരുടെ സ്ഥാനം ഇത് മാത്രമല്ല, അവർക്കും അവരുടേതായ സ്വപ്നങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അവരുടെ ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി അതുപോലെ തന്നെ അവരൊക്കെ ഒന്ന് ആദരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. സ്ത്രീകളുടെ സമൂഹത്തിലുള്ള സ്ഥാനം വളരെ വലുതാണെന്നൊക്കെ കൂടിയാണ് ഈ കഥയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇമ്പോർട്ടൻസ് ഓഫ് വുമൻ ഇൻ സൊസൈറ്റി എന്തായിരിക്കണമെന്നാണ് ഈ ഒരു സ്റ്റോറിയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ആ റിവ്യൂ വരുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ബ്ലർബ് റൈറ്റിംഗ് ആണ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ആക്ടിവിറ്റി 3 ബ്ലർബ് റൈറ്റിംഗ്. ബ്ലർബ് ഇസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ബുക്ക് ഓൺ ഇറ്റ്സ് ബാക്ക് കവർ. സോ ഒരു ടെക്സ്റ്റിൻ്റെ ബാക്കിലായിട്ട് കാണുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ ഓഫ് ദാറ്റ് ബുക്ക്, അതിനെയാണ് നമ്മൾ ബ്ലർബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് എ ബ്രീഫ് സമ്മറി ഓഫ് ദ ബുക്ക് ഡിസൈൻഡ് ബൈ മാർക്കറ്റിംഗ്. ഇറ്റ് ഹാസ് നോ യൂണിഫോം പാറ്റേൺ. സോ ഇതിന് ഇങ്ങനെ ഇതുപോലെ ആയിരിക്കണം എന്നൊന്നുമില്ല, ഓരോരുത്തരുടെ മാർക്കറ്റിംഗ് ടാക്ടിക്സ് അനുസരിച്ച് ഈ ബ്ലർബ് റൈറ്റിംഗ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നമുക്ക് ആകെ മനസ്സിലാക്കേണ്ടത് ഇത് മാത്രമാണ്, ഒരു ബുക്കിനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ തരുന്ന ആ ബുക്കിൻ്റെ കവർ പേജിൻ്റെ ബാക്കിലുള്ള ആ ഒരു പാരഗ്രാഫിനെയാണ് നമ്മൾ ബ്ലർബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബ്ലർബ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ദ സമ്മറി ഓഫ് ദാറ്റ് ബുക്ക്, അതിനെക്കുറിച്ച് ആ ബുക്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് ബുക്കിൻ്റെ ബ്ലർബാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? പ്രതിശ്രുതി ഇതാണ് ബുക്ക്. ആ ബുക്കിനെ കുറിച്ചാണ് നമ്മളോട് ബ്ലർബ് തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതിന് കുറച്ച് ഹിൻസും തന്നിട്ടുണ്ട്. ആ ഹിൻസിനെ ബേസ് ചെയ്തിട്ട് ഒരു പാരഗ്രാഫ് ഇവിടെ എഴുതിയിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കാം. The novel portrays an exceptional woman, Satyavati, who wanted to break the rules that suppressed the women of Bengali in those days. So ഇത് ആരെക്കുറിച്ചുള്ള കഥയാണെന്നാണ് ആദ്യം തന്നെ പറഞ്ഞത്. ഇതൊരു നോവലാണ്. ഈ നോവലിൽ സത്യവതി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് എങ്ങനെയുള്ള കഥാപാത്രമാണ്? ബംഗാളിലുള്ള ഈ സ്ത്രീകൾക്ക് എതിരെയുള്ള അല്ലെങ്കിൽ സ്ത്രീകളെ അടിച്ചമർത്തുന്നതിന് എതിരെ സംസാരിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് സത്യവതിയെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇൻ ബംഗാൾ ദ വുമൻ ഹു ആർ ബീൻ സപ്രസ്ഡ്, അവർക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ഒരു സ്ത്രീ ആയിട്ടാണ് സത്യവതിയെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. It depicts the struggle for liberation of women in Bengal, which applies to whole of India too. സോ ഇത് ബംഗാളിൽ ഇതുപോലെ അടിച്ചമർത്തപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയാണ്, ശബ്ദമുയർത്തുന്ന ഒരു രീതിയിലാണ് ഈ സത്യവതി എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിലും ഇത് ഇന്ത്യയിലുള്ള എല്ലാ വിധത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലുള്ള സ്ത്രീകളെയും പ്രതിനിധീകരിക്കുന്ന ഒരു ക്യാരക്ടറാണ് സത്യവതി. It inspires the youth to spread awareness to create a world free of inequality and gender discrimination. So ഇത് എന്താണ് ഈ ഒരു നോവലിൻ്റെ മെസ്സേജ് എന്നാണ് അടുത്തത് പറയുന്നത്. ഇൻഇക്വാളിറ്റി ഇല്ലാതാക്കണം, അതായത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, മെയിൽ ഫീമെയിൽ, ആണും പെണ്ണും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിയേഷൻ ഇല്ലാതാക്കുക എന്നാണ്. ആ ഒരു ബോധം ഇനി വരുന്ന തലമുറയിൽ ഉണ്ടാക്കിയെടുക്കാനാണ് ഈ തരത്തിലുള്ള നോവൽ എഴുതിയിരിക്കുന്നത്.
slowly and steadily, a completely new world was getting created within my mind. It was a world of comprehension of feeling. It was a world with a never-ending flow of feelings, says Asha Purna Devi regarding her നോവൽ. സോ ഈ ഒരു നോവലിനെ കുറിച്ച് ആശാപൂർണ ദേവി പറഞ്ഞൊരു വരിയാണ് ആ ബ്ലർബിൽ എടുത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ അത് കൊട്ടേഷൻസിൽ എഴുതിയിട്ട് ആശാപൂർണ ദേവിയാണ് അങ്ങനെ പറഞ്ഞതെന്ന് പറയുന്നു. അപ്പോൾ ഇത് എന്താണ് ആശാപൂർണ ദേവിയുടെ മനസ്സിൽ പതുക്കെ ആണെങ്കിലും എങ്ങനെ സ്ത്രീകളുടെ സ്ഥാനത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആശാപൂർണ ദേവി പറഞ്ഞൊരു വാചകമാണ് അവിടെ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. പിന്നെ ദ നോവൽ വാസ് പബ്ലിഷ്ഡ് ബൈ ആനന്ദ പബ്ലിഷേഴ്സ് ആണ് ഫസ്റ്റ് പബ്ലിഷ് ചെയ്തത്. 1964 പബ്ലിഷ് ചെയ്തത്. പിന്നെ അതുപോലെ ആശാപൂർണ ദേവിയുടെ നോട്ടബിൾ ആയിട്ടുള്ള മറ്റ് വർക്ക്സ് ആണ് ബാക്കുൽ കഥ, സബർണോലത. അപ്പം ഇങ്ങനെയുള്ള കഥകളും അല്ലെങ്കിൽ നോവൽസൊക്കെ ആയിരിക്കും ഇതൊക്കെ നോട്ടബിൾ ആയിട്ടുള്ള ആശാപൂർണ ദേവിയുടെ മറ്റ് റൈറ്റിങ്സ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് നിർത്തുന്നത് ബ്ലർബ്. ഇത്രയാണ് ഇവിടെ വരുന്നത്. ഇനി നമുക്ക് കോംപ്രഹെൻഷൻ നോക്കാം. കോംപ്രഹെൻഷൻ എന്ന് പറയുമ്പോൾ എഡീഷണൽ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അത് നമ്മുടെ ടെക്സ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്യാരക്ടേഴ്സ് പറഞ്ഞ് ചില ഡയലോഗ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ആ ഡയലോഗ്സിനെ ബേസ് ചെയ്തിട്ട് 3 ക്വസ്റ്റ്യൻസും ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് നോക്കി നോക്കാം. ഇത് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ ഞാൻ പറയുമ്പോൾ നോട്ട് ഡൗൺ ചെയ്താലും മതി, അല്ലെങ്കിൽ ഓർത്ത് വയ്ക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ എക്സ്ട്രാക്റ്റിൽ തന്നിരിക്കുന്ന ഒരു ഡയലോഗാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിൽ നിന്നൊരു 3 ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ, ഷീ ഡ്രോപ്സ് ദ ക്ലോത്ത്സ് ഇൻ ഹെർ ഹാൻഡ് ആൻഡ് സിറ്റ്സ് ഓൺ ദ ബെഡ് ടു ഓപ്പൺ ദ ലെറ്റർ. ദ ഫസ്റ്റ് തിങ് ഷീ ലുക്സ് at is the date. സോ ഇത് മാച്ച് ബോക്സ് എന്ന് പറയുന്ന സ്റ്റോറിയിൽ നടന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഡിസ്ക്രിപ്ഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ ചെയ്തത്, നോമിത്തയെക്കുറിച്ചാണ് പറയുന്നത്. നോമിത്ത അവളുടെ കൈകളിൽ കുറച്ച് ധോബിക്ക് കൊടുക്കാനായിട്ട് കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു. ആ ഡ്രസ്സൊക്കെ അവൾ താഴ്ത്തിടുകയും ബെഡിൽ വന്നിരിക്കുകയും അങ്ങനെ ആ കത്ത് തുറന്ന് വായിക്കുകയും ചെയ്തു. അപ്പോൾ ധോബിക്ക് കൊടുക്കാനായിട്ട് ആ ഡ്രസ്സ് എടുത്തപ്പോഴാണ് ആ ലെറ്റർ പോക്കറ്റിൽ നിന്നും കിട്ടുന്നത്. അപ്പോൾ ആദ്യം തന്നെ നോക്കിയത് എന്താണ്, ഡേറ്റ് ആണ് നോക്കിയത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഹൂ ഇസ് ദ ഷീ റെഫർ ടു ദീസ് ലൈൻസ്. അപ്പോൾ ഷീ എന്ന് പറയുന്നത് ആരെയാണ് ഉദ്ദേശിച്ചത്, നോമിത്ത അല്ലേ. ഇനി അടുത്തത്, അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഈസ് ഷീ സോ ആങ്ഷ്യസ് അബൌട്ട് റീഡിങ് ദ ലെറ്റർ. എന്തുകൊണ്ടാണ് ഈ ഒരു ലെറ്റർ വായിച്ചതിനെ കുറിച്ച് അവൾ ഇത്ര ആങ്ഷ്യസ് ആയത്, എന്തുകൊണ്ടായിരിക്കും. ഇറ്റ് ഇസ് ബിക്കോസ് ഷീ ഹാസ് ഫൗണ്ട് ദ ലെറ്റർ അഡ്രസ് ടു ഹെർ ഫ്രം ഹെർ ഹസ്ബൻഡ്സ് പോക്കറ്റ്. ദ ലെറ്റർ വാസ് ക്രംബിൾഡ് ആൻഡ് ട്വിസ്റ്റഡ്. അപ്പോൾ അവൾക്ക് വന്നൊരു കത്ത് അവളുടെ ഭർത്താവ് എടുത്ത് വായിച്ചു എന്നതിലാണ് അവൾക്കെടുത്ത് ഇത്രയും ആങ്ഷ്യസ് ആയിട്ട് അവൾ ചിന്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലെറ്റർ വായിച്ചതിനെ കുറിച്ചല്ല അവൾക്ക് കൂടുതൽ ആങ്സൈറ്റി. അവൾ പറയുന്നതാണ്, എന്നോട് ആ ഒരു കാര്യം ഇൻഫോം ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ ഇങ്ങനൊരു കത്ത് വന്ന കാര്യം എന്നെ അറിയിച്ചിട്ടുമില്ല, അത് എനിക്ക് തന്നിട്ടുമില്ല, അത് ചുരുട്ടി കൂട്ടി പോക്കറ്റിലിട്ടിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് അവൾക്ക് ദേഷ്യം വരാനുള്ള റീസൺ ആയിട്ട് അവിടെ പറയുന്നത്. ഇനി ഹൂസ് ലെറ്റർ വാസ് ഇറ്റ്, ആരുടെ ലെറ്റർ ആയിരുന്നു. ദ ലെറ്റർ വാസ് ഫ്രം നോമിതാസ് മദർ, അമ്മയുടെ കത്തായിരുന്നു. ഇനി അടുത്തത്, ഒരു സെക്കൻഡ്, if she mentions it first, he tries to laugh it away, and if laughter doesn't get him out of deep water, he scolds her. അപ്പോൾ ഇത് ആരെക്കുറിച്ച് പറഞ്ഞു, എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത്. ഇപ്പോൾ നോമിത്ത അവളുടെ ഭർത്താവിനോട് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അയാൾ ചിരിച്ച് തള്ളുള്ളൂ. ഇനി കൂടുതൽ അവൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും, അവളെ ചീത്ത പറയും. ഇതാണ് ഇതിൻ്റെ കണ്ടന്റ് ആയിട്ട് വരുന്നത്. വാട്ട് ഡസ് ദ ഇറ്റ് മീൻ. ഇറ്റ് എന്നുള്ളത് ഇവിടെ എന്താ ഉദ്ദേശിക്കും. ഇറ്റ് ഹിയർ ഡിനോട്ട്സ് അജിത് ഹാബിറ്റ് ഓഫ് ഓപ്പണിംഗ് ആൻഡ് റീഡിങ് നോമിതാസ് ലെറ്റർ. അജിത്തിൻ്റെ സ്വഭാവത്തിനാണ് ഇവിടെ ഇറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇയാൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവൾക്ക് വരുന്ന കത്ത് തുറന്നു വായിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രം വിച്ച് സ്റ്റോറി ഈസ് ദ എക്സ്ട്രാക്ട് ടേക്കൺ ഫ്രം, ഹൂ ഇസ് ദ ഓഥർ. ഇനി ഇത് ഏത് സ്റ്റോറിയാണ്, ആരാണ് ഓഥർ. മാച്ച് ബോക്സ് ആണ് സ്റ്റോറി, റിട്ടൺ ബൈ ആശാപൂർണ ദേവി.
വാട്ട് വാസ് ദ സെൻസ്ലെസ് ആക്ഷൻ ഓൺ ഹെർ പാർട്ട്? ഇനി സെൻസ്ലെസ് ആക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അത് ഇതിലെ ക്വസ്റ്റ്യൻ ആയിരിക്കില്ല. വാട്ട് വാസ് എ സെൻസ്ലെസ് ആക്ഷൻ ഓൺ ഹെർ പാർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ആൻസറാണ് ഇപ്പോൾ വായിക്കണേ. ഹെർ അറ്റംപ്റ്റ്സ് ടു ബേൺ ഹെർസെൽഫ് ബൈ ലൈറ്റിംഗ് ദ ആർച്ചൽ ഓഫ് ഹെർ ഓൺ സാരി അറ്റ് ദ സ്ലൈറ്റസ്റ്റ് പ്രൊവോക്കേഷൻ. സോ അവൾ ചെയ്തൊരു സെൻസ്ലെസ് ആക്ഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. അതായത് ദേഷ്യം വന്നപ്പോൾ അവൾ സ്വന്തം സാരിയുടെ തലപ്പ് കത്തിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. സെൻസ്ലെസ് ആക്ഷനായിട്ട് പറയുന്നതാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, സ്റ്റോപ്പ് ഇറ്റ്, വാട്ട് എ കോമൺ വൾഗർ മാൻ യു ആർ. സോ ഇവിടെ ഒരു സെൻറ്റൻസ് തന്നിരിക്കുകയാണ്. നോമിത പറയുന്ന ഒരു ഡയലോഗാണ്. വാട്ട് എ വൾഗർ മാൻ യു ആർ, എന്തൊരു നാണം കെട്ട മനുഷ്യനാണെന്ന് ഭർത്താവിനെ നോക്കി പറയുന്നുണ്ട്. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഹൂ സെഡ് ഇറ്റ്, ഇതാരാ പറഞ്ഞത്? നോമിത. പിന്നെ ഹൂ ഇസ് കോൾഡ് വൾഗർ മാൻ, ആരെയാണ് ഇവിടെ വൾഗർ മാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അജിത്, ഹെർ ഹസ്ബൻഡ്, അവളുടെ ഭർത്താവിനെയാണ് വൾഗർ മാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തത്, വാട്ട് മേക്സ് ഹെർ കോൾ ഹിം വൾഗർ, എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? ഷീ കോൾസ് ഹിം വൾഗർ ബിക്കോസ് ഹി സസ്പെക്ട്സ് ദാറ്റ് സമ്മൺ ഇസ് പാസിംഗ് ലവ് ലെറ്റേഴ്സ് ടു ഹിസ് വൈഫ്. സോ അയാൾ ഇങ്ങനെ തുറന്ന് വായിക്കുന്നതിന് പിന്നിലൊരു കാരണം പറയുന്നതാണ്. ചിലപ്പോൾ നിനക്ക് ലവ് ലെറ്റേഴ്സ് അങ്ങനെ ആരെങ്കിലും തരുന്നതാണെങ്കിലോ എന്ന് സംശയം കൊണ്ടാണ് ഞാൻ നിൻ്റെ ലെറ്റേഴ്സ് തുറന്ന് വായിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോഴാണ് ഇവൾക്ക് ദേഷ്യം വരുന്നതും നാണം കെട്ട മനുഷ്യനെന്ന് വിളിക്കുന്നതും വൾഗർ മാൻ എന്ന് വിളിക്കുന്നതും. ഇനി ഒരു സെക്ഷനും കൂടി ഉണ്ട് അതിൽ. With great difficulty he attempts to speak normally. You lose all common sense when you get angry, don't you? അപ്പം അങ്ങനെ ചോദിക്കുകയാണ്. അതായത് നോമിത്തോട് ഇത്രയും നോമിതയ്ക്ക് ദേഷ്യം വന്നിട്ട് നാണം കെട്ട മനുഷ്യൻ എന്നൊക്കെ വിളിക്കുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ ഇയാൾ, നിനക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അല്ലേ എന്ന് ഇയാൾ പറയാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതാണ്, ഹൂ സെഡ് ദീസ് വേർഡ്സ് ടു ഹൂം. ആരാ പറഞ്ഞത്? അജിത്താണ് നോമിത്തോട് ഈ ഒരു ഡയലോഗ് പറയുന്നത്. അജിത് ടു ഹിസ് വൈഫ് നോമിത. ഇനി ക്വസ്റ്റ്യൻ 2, വൈ ഡസ് ഹി ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു സ്പീക്ക്, എന്തുകൊണ്ടാണ് അയാൾ പേടിച്ച് സംസാരിക്കുന്നതെന്ന്? ബിക്കോസ് ഹി വാസ് ഗ്രേറ്റ്ലി ഷോക്ക്ഡ് ആസ് ഹി നെവർ എക്സ്പെക്റ്റഡ് നോമിത ടു മേക്ക് ആൻ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് സൂസൈഡ്. അപ്പോൾ ഇയാൾ പേടിച്ചു. അവൾ സ്വയം കത്തിച്ച് സൂസൈഡ് ചെയ്യാൻ നോക്കുന്ന പോലെയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അവളുടെ ഒരു ആക്ഷനിൽ ഇയാൾ പേടിച്ചു പോവുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അയാൾ ആകെ ഷോക്ക്ഡ് ആയിട്ട് ഒന്നും പറയാൻ കിട്ടാതെ നിൽക്കുന്നത്. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു, എന്ത് ആക്ഷനാണ് ചെയ്തതെന്നുള്ളത്. ഓക്കെ, ഇത്രയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. സെൻസ്ലെസ് ആക്ഷൻ എന്തായിരുന്നു എന്ന്. ഓക്കെ, ഇത്രയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. മാച്ച് ബോക്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്ന ആക്ടിവിറ്റീസ് ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വാട്സാപ്പിൽ ഇതിൻ്റെ നോട്ട്സ് ഇട്ടിട്ടുണ്ട്, അപ്പം അതും നോക്കാം. അതുപോലെ ഞാനൊരു എക്സാം പറഞ്ഞിരുന്നു, അത് നമുക്ക് ഈ ആഴ്ച കണ്ടക്ട് ചെയ്യുന്നില്ല, വരുന്ന ആഴ്ച കണ്ടക്ട് ചെയ്യാം. അത് ഞാൻ ഡീറ്റെയിൽസ് പറയാം, ഏതൊക്കെ ചാപ്റ്റേഴ്സാണ്. ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അത് ഞാനിപ്പോൾ എടുത്ത 3 ചാപ്റ്റേഴ്സ്, അതായത് മാച്ച് ബോക്സും ഹൊറഗെല്ലും അതുപോലെ തന്നെ ദ ആർ ഓഫ് ട്രൂത്ത്, ഈ 3ൻ്റെയും ആക്ടിവിറ്റീസ് എല്ലാം ഒരുവിധം നോക്കി